എന്റെ ഉപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, വിനീതമായി ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ചെയ്യുന്നത് ഫർലായ നമസ്കാരം മാത്രമേ ഉള്ളൂ, മതി. ഫർലായത് മാത്രമേ ചെയ്യുന്നുള്ളൂ, ബാക്കി ചെയ്യേണ്ടതല്ല. ആ ഫർലായത് ചെയ്തത് ആത്മാർത്ഥമാണോ അല്ലേ എന്ന് പരിശോധിക്കുക, അത് ആത്മാർത്ഥമാക്കുക. എന്നിട്ട് സുന്നത്തുകൾ ചെയ്യുക, അത് ആത്മാർത്ഥമാക്കുക, വീണ്ടും വർദ്ധിപ്പിക്കുക. ഒരുപാട് ചെയ്യുന്നു ആളെ കാണിക്കാൻ, ഒരു കൂലി ഉണ്ടാവില്ല. ചെയ്യുന്നത് റബ്ബിന്റെ കൂലി കിട്ടാനാണോ എന്ന് പരിശോധിക്കുക. ഞാൻ 5 നേരത്തെ ഫർലായ നമസ്കാരം നിർവഹിക്കുന്നത്, ആ നമസ്കാരത്തിൽ അള്ളാഹുവിന്റെ പ്രീതിയല്ലാതെ, അവനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹമല്ലാതെ ഇതിന്റെ പിന്നിൽ ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ നമസ്കാരം അള്ളാഹ് സ്വീകരിക്കുന്നുണ്ടെന്ന് അർത്ഥം. നമ്മുടെ നമസ്കാരം അള്ളാഹ് സ്വീകരിക്കുന്നുണ്ടോ എന്നില്ലേ എങ്ങനെ പരിശോധിക്കുക? വല്ല മാർഗമുണ്ടോ, മാനദണ്ഡം ഉണ്ടോ? ഉണ്ട്. നമ്മുടെ നമസ്കാരം അള്ളാഹ് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ ഒരു മാർഗമുണ്ട്. എന്തിനാണ് നമസ്കാരം നോക്കിയാൽ മതി. എന്തിനാ നമസ്കാരം? ഖുർആൻ പറഞ്ഞു, സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നസ്സലാത്ത, നിശ്ചയമായി നമസ്കാരം, തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചവൃത്തികളിൽ നിന്ന്, തോന്നിയവാസങ്ങളിൽ നിന്ന് അത് മനുഷ്യനെ തടയും. ളുഹർ നമസ്കരിച്ച ഒരു സഹോദരൻ പിന്നെ ടാക്കീസ് പോയി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വരിക്കൂലാന്ന്, സിനിമക്ക് പോകാൻ അവൻ നീയത്ത് വെക്കൂല. കാരണം അസറിന്റെ ഇടയിൽ കുറച്ച് സമയമുള്ളൂ. പിന്നെ അവന്റെ അടുത്ത പ്രതീക്ഷ എന്താ അറിയോ? എനിക്ക് ചെയ്തു തീർക്കാനുള്ള ജോലിയൊക്കെ ചെയ്തു തീർക്കണം, അസർ ജമാഅത്തിനെത്തണം. അസർ നമസ്കരിച്ച ഒരു സഹോദരന് കുറച്ച് സമയമുള്ളൂ. അവന്റെ ഒരു മുസ്ലിം ആണെങ്കിൽ അവന്റെ നീയത്ത് എന്താ? അടുത്ത മഗ്രിബ് ജമാഅത്ത് എനിക്ക് കൃത്യമായിട്ട് കിട്ടണം, അതിന്റെ ഇടയ്ക്ക് ഇന്ന പണിയൊക്കെ എനിക്ക് ചെയ്തു തീർക്കാണ്ട്. അത് നമസ്കരിച്ച സുഹൃത്തിനോ ഇശാ ജമാഅത്തിനെ പ്രതീക്ഷിക്കും അവൻ. അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് കയ്യിലൂതി സൂറത്തുകളൊക്കെ ഓതി ശരീരമൊക്കെ തടവി അവൻ കിടക്കുന്നു. നാളെ സുബൈക്ക് ജമാഅത്തിന് മുമ്പ് റസൂൽ ഒരിക്കലും ഒഴിവാക്കാത്ത, എനിക്ക് ദുനിയാവ് മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഒഴിവാക്കാത്ത സുന്നത്താണ് സുബഹി നമസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്ത്. ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി അവൻ എണീക്കൂലേ? എണീക്കണം. ഇതിനിടയ്ക്ക് അവന് തെറ്റ് ചെയ്യാൻ അവിടെ സമയം. മനുഷ്യൻ തെറ്റിലേക്ക് പോകാനുള്ള സമയത്തൊക്കെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും വെച്ച് റബ്ബ് അവനെ പിടിച്ചു കെട്ടുകയാണ്. എന്നാ നമ്മുടെ ഉമ്മമാരും പെങ്ങന്മാരും നമ്മുടെ സഹോദരങ്ങളും ഉറപ്പിച്ചോ നമ്മുടെ നമസ്കാരം സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡം ളുഹർ കഴിഞ്ഞിട്ട് വൃത്തിയെടുക്കാൻ നേരെ പോണത്, ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിലും വലിയ പള്ളിക്കാ പോകുന്നത്. ഉറപ്പിച്ചോ, ഞാൻ നിസ്കരിച്ച വെറുതെയായി, അള്ളാഹ് സ്വീകരിച്ചിട്ടില്ല. ളുഹർ നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയും TV ഓണാക്കി സീരിയൽ കണ്ടു ഉത്തിരിക്കുക. ഉറപ്പിച്ചോ, അള്ളാഹ് നിസ്കാരം സ്വീകരിച്ചിട്ടില്ല. TV പൂട്ടി സീരിയലും പൂട്ടിയിട്ട് വേഗം നിസ്കരിക്കുക. 5 മിനിറ്റോട് സ്പീഡിൽ നിസ്കാരം കഴിച്ചു, എന്നിട്ട് ബാക്കി കാണാൻ പോവുക. അപ്പൊ തീർന്നു പോകും ഓർമ്മ, അപ്പൊ തീർന്നു പോകും അമ്മ മനസ്സ്, അപ്പൊ തീർന്നു പോകും കാവ്യാഞ്ജലി, അല്ലേ? അപ്പൊ അതിന് തീരും കൊച്ചുണ്ണി. ഇതൊക്കെ ഓർത്തിട്ടാ നിസ്കരിക്കണേ. പെണ്ണേ, നിന്റെ നിസ്കാരം അള്ളാഹ് സ്വീകരിച്ചിട്ടില്ല. കാരണം ഈ വൃത്തികേട് ഓഫാക്കിയിട്ടാ നീ വന്നത് നിസ്കരിക്കാൻ. അത് കഴിഞ്ഞിട്ടോ അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനെ പൊറുത്തുണ്ടാ, ഇത്രയും നേരം കണ്ട സീരിയല് പിന്നെയും പോയി കാണുക. അസറിന് പിന്നെയും പറയാം അസ്തഗ്ഫിറുല്ലാഹ്. സ്വീകരിക്കൂ അല്ലാഹ്? ഉറപ്പിച്ചോ, അള്ളാഹ് സ്വീകരിക്കൂല. അള്ളാഹ് പൊട്ടനല്ല. അള്ളാഹ് എല്ലാം കാണുന്നു, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് അറിയുന്നു, ഇനി ചെയ്യാനിരിക്കുന്നത് അറിയുന്നു. റബ്ബിന് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഇല്ലല്ലോ, ഇല്ല. അള്ളാഹ്ക്ക് കാലമില്ല. എല്ലാം അവന്റെ മുന്നിൽ ഒരുപോലെയാണ്. അതുകൊണ്ട് ആ നാഥൻ കാണുന്നു. അവൻ പറയാ, ആരുടെ കൂലി ആഗ്രഹിച്ചിട്ടാണോ ഈ പണി ചെയ്തത് അവരോട് പോയി ചോദിക്കുന്നു. പറയാൻ പറ്റുമോ? എന്തായി? അയൽവാസിക്ക് വീടുണ്ട്. ലോകമാനത്തിന്റെ വേറൊരു ഉദാഹരണം, നല്ലൊരു വീട്. നമുക്കോ അത്ര നല്ല വീടില്ല. ഇവന്റെ കയ്യിലെ പൈസ അത്ര ഉണ്ടാകുമ്പോഴത്തില്ല. ലോൺ എടുത്തിട്ടെങ്കിലും ഓന്റെ വീടിനെ പോലെ ഒരു വീട് എനിക്കും വേണം. ഭാര്യ പറയാണ്, വൃത്തികെട്ട പെണ്ണ്. റസൂല് പറയാണേ, എന്താ പറഞ്ഞെന്നറിയോ? ഒരു പെണ്ണിന്റെ നന്ദി കേട് മനസ്സിലാക്കാൻ റസൂൽ പറഞ്ഞ ഉദാഹരണം എന്താണെന്നറിയോ? നിങ്ങളുടെ ഭാര്യക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു ഒരു പെരുന്നാക്ക്. അടുത്ത പെരുന്നാൾ 2 മാസം കഴിഞ്ഞാൽ വരും. ആ പെരുന്നാക്ക് ഭാര്യനോട് പറയാണ്, ഈ പെരുന്നാക്ക് പൈസ കുറച്ച് കുറവാണ്, എനിക്ക് വാങ്ങിയാല് എന്റെ പെങ്ങന്മാർക്കൊക്കെ വാങ്ങണം, ഉമ്മാക്ക് വാങ്ങണം, ഉപ്പാക്ക് വാങ്ങണം, കുട്ടികൾക്കൊക്കെ വാങ്ങണം, ജ്യേഷ്ഠന്റെ കുട്ടിക്കൊക്കെ വാങ്ങണം. അതുകൊണ്ട് ഒരാൾക്കായിട്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലല്ലോ, ഈ പെരുന്നാക്ക് ക്ഷമിക്കണം. ആർക്കും വാങ്ങുന്നില്ല. പെണ്ണ് തിരിച്ചു ചോദിക്കും, വൃത്തികെട്ട പെണ്ണ്, നന്ദി കെട്ട പെണ്ണ് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്നാ വാങ്ങിത്തരല്? പെണ്ണിന്റെ ദുസ്വഭാവം അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതാ. അത് അള്ളാന്റെ റസൂൽ പറഞ്ഞതാ. വൃത്തികെട്ട പെണ്ണിന്റെ ഉദാഹരണം അത്. ചോദിക്കലില്ലേ നമ്മളെ വീട്ടിലെ പെണ്ണ്, അല്ലേ? ആ പെണ്ണ് പറയാണ്, തലയണ മന്ത്രമായി പറഞ്ഞുതരാ, നിങ്ങൾ ഗൾഫ് പോയിട്ട് എന്താ കാര്യം? നിങ്ങൾ 10 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് എന്താ കാര്യം? അപ്പുറത്തെ മുഹമ്മദ് കണ്ടില്ലേ, അപ്പുറത്തെ അഹമ്മദ് കണ്ടില്ലേ, അപ്പുറത്തെ മുജീബ് കണ്ടില്ലേ? ആകെ 3 കൊല്ലം എന്നുള്ളത്. ഓന്റെ പെര നോക്ക്, മുപ്പരെ വീട് നോക്ക്, അല്ലേ? മുപ്പര് വാങ്ങിയ പറമ്പ് നോക്ക്, റബ്ബർ തോട്ടം നോക്ക്. പറഞ്ഞു തരുന്നു,
എന്തിന്? ഇല്ലെങ്കിലും ലോണിൽ പലിശക്കെങ്കിലും പൈസ എടുത്തിട്ട് നമ്മുടെ മാന്യത നിലനിർത്തണം. അതിനാ ലോകമാന്യത അറിയാ, അതിനാ ലോകമാന്യത എന്ന് പറയാ, അതിന് മാന്യത എന്നല്ല പറയാ, അതിനാ ലോകമാന്യത. ഇത് ഉണ്ടാക്കുന്നു, എന്നിട്ട് കെട്ടിപ്പൊക്കി വലിയ കോട്ടകൾ പണിതുയർത്തുന്നു. എന്തിനു വേണ്ടി? ആളുകൾക്കിടയിലുള്ള ക്രെഡിറ്റ് നിലനിർത്താൻ. ഇത് അള്ളാഹുവിന്റെ കോടതിയിൽ ക്രെഡിറ്റ് അല്ല സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ കോടതിയിലുള്ള മാന്യതയില്ല ഇത്. ഇത് ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ കാണിക്കുന്ന അതിന്റെ പേരാണ് റിയാ, ലോകമാന്യതയാണ്. എന്തിന് നമ്മൾ ഈ പലിശയിൽ പോയി കുടുങ്ങണം? എന്തിന് നമ്മൾ ഈ ലോണിൽ പോയി കുടുങ്ങണം? നമുക്ക് ആവശ്യമുള്ളതുപോലെ ജീവിച്ചാൽ പോലെ. നോക്കൂ, നിങ്ങൾ സ്വർഗം മാത്രം പ്രതീക്ഷിച്ച ഒരു മനുഷ്യന്റെ ചരിത്രം കൂടി നിങ്ങൾ കേൾക്കൂ, മനസ്സിലാവും നമുക്ക് നമ്മളൊക്കെ എത്ര പിന്നിലാണ്, നമ്മളൊക്കെ എത്രയോ പിന്നിലാണ്. ഈമാനിന്റെ വിഷയത്തിൽ, തഖ്വയുടെ വിഷയത്തിൽ, ഇഖ്ലാസിന്റെ വിഷയത്തിൽ, ഈ പ്രപഞ്ചനാഥനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന വിഷയത്തിൽ ഞാനും നിങ്ങളും എത്രയോ പിന്നിലാണ്. എവിടെ ഉണ്ട് ഉദാഹരണം? ഒരു മനുഷ്യൻ ഒരു മുണ്ട് മാത്രമെടുത്ത്, നഗ്നത മറയാൻ പറ്റുന്ന ഒരു മുണ്ട് മാത്രമെടുത്ത് ആ മണലാടിലെത്തി ആ മണലിൽ അങ്ങനെ കൈക്ക് തല വെച്ച് കേട്ടോ, ഈ തല കൈമ വെച്ച് ഒരു വടിയും അതിന്റെ ചോട്ടിൽ വെച്ച് ഇങ്ങനെ കിടന്നുറങ്ങുന്ന ഒരാൾ. തൊട്ടടുത്ത രാജ്യത്തിന്റെ ഒരു ദൂതൻ, അവിടുത്തെ രാജാവ് പറഞ്ഞയക്കുന്നു, ഈ പ്രദേശത്തുള്ള രാജാവിന്റെ കൊട്ടാരവും അവിടെ ചെന്ന് ചില കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ചോദിക്കാനും വേണ്ടി ഒരു ദൂതനെ അയൽപ്രദേശത്തെ രാജാവ് ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നു. ശരി, ഈ നാട്ടിലെത്തി വഴി ചോദിക്കാൻ വേണ്ടി ഈ മണലിൽ കിടന്നുറങ്ങുന്ന ഒരു മുണ്ട് മാത്രം എടുത്ത് കിടന്ന മനുഷ്യനെ തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, അല്ല, ഈ നാട് ഭരിക്കുന്ന രാജാവിന്റെ കൊട്ടാരം ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ശരി, വരൂ, ഞാൻ കാണിച്ചു തരാം, വരൂ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ, ഈത്തപ്പന ഓല കൊണ്ട് മേഞ്ഞുണ്ടാക്കിയ ഒരു ചെറ്റക്കുടിലേക്ക് കുനിഞ്ഞു കയറി. ആര്? ഈ വഴികാട്ടി. ഈ ആളുകൾ ചോദിച്ചു, സുഹൃത്തെ, ഞങ്ങളെ പരിഹസിക്കല്ലേ, ഈ നാട്ടിലെ രാജാവിന്റെ കൊട്ടാരം കാണിച്ചു തരാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോ ശാന്തനായി ഈ മനുഷ്യൻ മറുപടി പറയുന്നു, ഈത്തപ്പന ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ഒരു പായ, ഇരിക്കാൻ പറ്റുന്ന ഒരു സാധനം നിലത്തിട്ട് കൊടുത്തിട്ട് ഇരിക്കൂ, നിങ്ങൾ ഇരിക്കേ, പറഞ്ഞുതരാം. നിങ്ങൾ അന്വേഷിക്കുന്ന രാജാവ്, നിങ്ങൾ തേടി നടക്കുന്ന രാജാവ്, ഈ നാട്ടിന്റെ ഭരണാധികാരി ഉമർ, അവനെയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? എങ്കിൽ അവനാണ് ഞാൻ, എന്റെ വീടാണിത്, എന്റെ കൊട്ടാരമാണിത്. സുഹൃത്തുക്കളെ, നമ്മുടെ വീട് വെച്ച് നോക്കി പൊട്ടിക്കരയണം നമ്മൾ. നിങ്ങൾ അന്വേഷിക്കുന്ന രാജാവിന്റെ കൊട്ടാരമാണിത്. ആരാ പറയുന്നത്? നാട് ഭരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കൊട്ടാരം ഈത്തപ്പന ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ അതുകൊണ്ട് മാത്രം മെടഞ്ഞുണ്ടാക്കിയ ബെഞ്ച്, ഇരിക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. അന്ന് ഈ സംവിധാനങ്ങളും ടെക്നോളജിയും ഇല്ലാത്തത് കൊണ്ടല്ല, അതിനെത്രയോ മുമ്പ് ജീവിച്ച ഫറോവ ചക്രവർത്തിമാരുടെ കൊട്ടാരം വിപുലമായ കൊട്ടാരമായിരുന്നു. അതിനു മുമ്പ് ജീവിച്ച പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ വായിച്ചു നോക്കൂ നിങ്ങൾ. ആ കാലഘട്ടത്തിലെ ധിക്കാരികൾ പടുത്തുയർത്തിയ കൊട്ടാരങ്ങളെ പറ്റി ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ആ നാട്ടിൽ കൊട്ടാരമുണ്ടാക്കാനുള്ള സംവിധാനമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് എനിക്ക് ഭൂമിയല്ല വലുത്, എനിക്ക് ഭൂമിയല്ല, വരാനിരിക്കുന്ന അനന്തമായ അനശ്വരമായ ഒരു ലോകമുണ്ടല്ലോ, അതാണ് എനിക്ക് വിലപ്പെട്ടത്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വീട് ചെറുതായി. ഒരു വീടുണ്ടാക്കാൻ പാടില്ല എന്നെല്ലാം പറയുന്നത്, ഈ കാലത്ത് അത്യാവശ്യം സൗകര്യമുള്ള ഒരു വീടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇതിനു വേണ്ടി ലോൺ എടുത്ത് കടമെടുത്ത് കട്ടപ്പാടിൽ പോയി തിരിച്ചടക്കാനാവാത്ത വിധത്തിൽ, എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ത്യാഗം സഹിക്കാനല്ല, പലിശയൊക്കെ കൊടുത്ത് നാട്ടിലെ എന്റെ അഭിമാനം നിലനിർത്തണം. പ്രിയപ്പെട്ടവർ, ഇത് അഭിമാനമല്ല, ഇത് അപമാനമാണ്. എവിടെ? ഈ കോടതിയിൽ, ഈ നാട്ടിൽ, ഈ നൈമിഷികമായ ദുനിയാവിൽ അഭിമാനമായി തോന്നുന്നുവെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ അതപമാനമാണ്. ഇത് ചിന്തിക്കാനുള്ള ഒരു സന്മനസ്, ഒരു ചെറിയ ബുദ്ധി ഞാൻ നിങ്ങൾ ഉപയോഗിക്കണം. എന്താ വേണ്ടത്? തഖ്വ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എങ്കിലേ റിയാ ഇങ്ങോട്ട് പറിച്ചു കളയാൻ പറ്റുള്ളൂ. റസൂൽ ഇങ്ങോട്ട് ചൂണ്ടില്ലേ വിരല്, ഈ വിരൽ നെഞ്ചിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അത്തഖ്വ ഹഉനാ, തഖ്വ ഇവിടെയാണ്. വസ്ത്രത്തിൽ തഖ്വ കാണിക്കാൻ കഴിയൂല. വസ്ത്രത്തിൽ മാത്രം തഖ്വ കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു തൂവെള്ള വസ്ത്രമണിഞ്ഞ് നല്ല വെള്ളക്കുപ്പായവും വെള്ളത്തുണി മാത്രം എടുത്താൽ തഖ്വ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ തഖ്വയുള്ള മനുഷ്യന്റെ ഏതെങ്കിലും ചില ഘടകങ്ങളായി കടന്നു വരേണ്ടതാണ്. മറിച്ച് ഒരു തൊപ്പിയിലൂടെ മാത്രമോ, ഒരു വസ്ത്രത്തിലൂടെ മാത്രമോ, ഒരു താടിയിലൂടെ മാത്രമോ തഖ്വ മാത്രം ഉണ്ടായിത്തീരുമെന്ന് പറയാനാവില്ല. അതൊക്കെ തഖ്വയുള്ള ഒരു മനുഷ്യന്റെ പ്രതീകങ്ങളാണ്, ചില അടയാളങ്ങൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് അഭിനയിച്ച ആളുകളുടെ മുമ്പിൽ മുത്തക്കിയായി ജീവിക്കാം,
മുഖ്ലിസായി ജീവിക്കാം. റബ്ബിന്റെ കോടതിയിൽ നമുക്ക് മുത്തക്കിയാവാൻ പറ്റുമോ? റബ്ബിന്റെ കോടതിയിൽ നമുക്ക് മുഅ്മിനാവാൻ പറ്റുമോ? ആ ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. ഞാൻ ഒരു ചെറിയ വിഷയമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം, ആലോചിക്കണം. കാരണം റബ്ബുൽ ആലമീനായ നാഥൻ ഒരു വിഭാഗം ആളുകളെ പറ്റി പരിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതായത് പ്രവർത്തനങ്ങൾ ചെയ്ത് അമലുകൾ പൊളിഞ്ഞു പോകുന്ന ആളുകൾ ഒരുപാട് പ്രവർത്തിക്കും, എന്നിട്ട് ആ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. ഇവര് വിചാരിക്കുന്നത് എന്താണ്? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ എന്നാണ്. പക്ഷേ ആ പ്രവർത്തനങ്ങളൊക്കെ റബ്ബ് സ്വീകരിക്കാത്ത വിധത്തിൽ പൊളിഞ്ഞു പൊളിഞ്ഞ് നിഷ്ഫലമായി പോകുന്ന ഒരവസ്ഥ, ഈ അവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിക്കൂടാ, ഒരിക്കലും ഉണ്ടാവരുത്. ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരാനാണ് ലോകമാന്യത എന്ന ഒരു ചെറിയ വിഷയം, എന്നാൽ പഠിക്കേണ്ട അതിഗൗരവമായ ഒരു വലിയ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ഉദാഹരണം കൂടി പറയട്ടെ. നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് ലോകമാന്യത ഉണ്ടോ ഇല്ലെന്ന് എങ്ങനെ പരിശോധിക്കാറിയോ? ഒറ്റക്ക് നിസ്കരിക്കുക, പള്ളിയിൽ ഒറ്റക്ക് നിസ്കരിക്കുക, അല്ലാഹു അക്ബർ, കൈ ഇങ്ങനെ കെട്ടി നമസ്കരിക്കുമ്പോ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ നിസ്കരിക്കുക. കോഴിയൊക്കെ ധാന്യം തിന്നുന്ന പോലെ, നെല്ല് തിന്നുന്ന പോലെ അങ്ങനെ നിസ്കരിക്കുക. പെട്ടെന്ന് കഴിയുന്നുണ്ട്. ഒരാൾ വന്നിട്ടാണ് ഒരാൾ വന്നിട്ട് ബേക്കുന്നത് തോണ്ടാൻ പാടില്ല. തോണ്ടി നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സിസ്റ്റം ഉള്ളത് തോണ്ടലും പിടിച്ചുവലിക്കലൊന്നുമില്ല. നേരെ പോയി വലതു ഭാഗത്ത് ഇമാമിന് ചേർന്ന് നിൽക്കണം. അപ്പൊ അവന് മനസ്സിലാവും പള്ളിയിൽ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് എന്നെ ഒട്ടി നിൽക്കുന്നത് എന്നെ തുടരാനാണ് മനസ്സിലാവും. രണ്ടാമത്തെ ഒരാൾ വന്ന ഇടതുഭാഗത്ത് അതുപോലെ പോയി നിൽക്കണം. രണ്ടുപേരും ഒപ്പം പിറകോട്ടിറങ്ങണം. നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യാറ്? ആദ്യം വന്ന ആൾ തോണ്ടും, പിന്നെ വന്ന ആൾ കുപ്പായത്തുമ്പോ പിടിച്ചിങ്ങോട്ട് വലിക്കും. ബേക്ക് തോന്നിയവാസം ആര് പഠിപ്പിച്ചാതൊക്കെ ഇസ്ലാമിലില്ല. ശരി, തോണ്ടാനും പാടില്ല, വലിക്കാനും പാടില്ല, രണ്ടാളും ഇങ്ങനെ ഇറങ്ങണം. ഞാൻ ഇപ്പൊ പറയുന്ന വിഷയം എന്താണെന്നറിയോ? ഒരാൾ പോയി തോണ്ടി അവന്റെ നിസ്കാരത്തിന്റെ കോലക്കണം മാറും. അപ്പൊ കാണാം നല്ലൊരു പാത്തിയൊക്കെ, നല്ല സൂറത്ത്, അങ്ങനെ ഷാറാക്കി, സാവകാശ റുക്കൂ, സാവകാശ സുജൂദ്, ഒറ്റക്കാകുമ്പോ ഒന്നും വേണ്ടേ? അതാ ലോകമാന്യത പറഞ്ഞാല്. മനസ്സിലാണ്ടോ? ഇതാ ലോകമാന്യത. ഓൻ ഒറ്റക്ക് നിസ്കരിക്കുമ്പോ സുജൂദിന്റെ നീളം കുറവ്, ഫർളനെ നിസ്കരിക്കണത് വേറെ ആള് തോണ്ടിയപ്പോ സുജൂദൊക്കെ ഒന്ന് കൂട്ടി ആത്മാർത്ഥത ചെയ്യുക. സുബ്ഹാന റബ്ബിയൽ അഅല. അപ്പൊ പുറത്തൊക്കെ സുന്നൊക്കെ കേൾക്കണ. എന്തേ? ഇന്നെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ട്. നേരത്തെ ശ്രദ്ധിച്ചതാരാ? അല്ല. ഇപ്പൊ ശ്രദ്ധിക്കണതോ ഇവന്റെ വാപ്പ, അല്ലെങ്കിൽ ഇവന്റെ ജ്യേഷ്ഠൻ, അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി. അപ്പോ ഇതാണ് ലോകമാന്യത എന്ന് പറഞ്ഞാൽ. റബ്ബിനെ പേടിക്കുന്നില്ല ഇവൻ. നിസ്കരിക്കുമ്പോൾ വരെ ഞാൻ എന്റെ റബ്ബുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അഭിമുഖത്തിലാണ് എന്ന ചിന്ത അവനില്ല. മറിച്ച് ആരെങ്കിലും നാട്ടിലാരെങ്കിലും കാണുന്നുണ്ടോ, ഈ ചിന്തയാണ് അവന്റെ മനസ്സിലുള്ളത്. ഇതിനാണ് ലോകമാന്യത എന്ന് പറയാം. നിങ്ങൾക്ക് എല്ലാ വിഷയവും പരിശോധിക്കാം, എല്ലാ വിഷയവും പരിശോധിച്ചോളി, ഏത് വിഷയം നിങ്ങൾക്ക് പരിശോധിക്കാം, അവിടെയൊക്കെ ഇത് കടന്നു വരും. ഇതിന് പറയുന്ന പേരാണ് അറബിയിൽ അശ്ശിർക്കുൽ അസ്ഗർ അല്ലെങ്കിൽ അരിയാ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പച്ചയായി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഉള്ള സംഭവമാണ്. നമ്മുടെ ജീവിതത്തിലുണ്ട്, ആരും നിഷേധിക്കേണ്ട, നമ്മളറിയാതെ വന്നു പോകുന്ന ഒരു സംഭവം. അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ രക്ഷ തേടുക. ഒരു ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വളരെ ലളിതമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. റബ്ബുൽ ആലമീനായ നാഥൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് ഈ ചെറുതാണെന്ന് തോന്നുകയും എന്നാൽ ഭീമാകാരമായ തെറ്റിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും അവസാന നന്മകളെല്ലാം നശിപ്പിച്ച് ആഘാതകർത്തമുള്ള നരകാഗ്നിയിലേക്ക് തള്ളിയിടുന്നൊരവസ്ഥ. ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ പറ്റിയാണ് ഹുദൂ, അവനെ പിടിക്കുക, തുമ്മൽ ജഹീമ സ്വല്ലു, വരിഞ്ഞു കെട്ടി നരകത്തിലേക്ക് എറിയുക എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉള്ള ആളുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു പണ്ഡിതന്മാർ. അതുകൊണ്ട് ഈ വിഭാഗത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. ഉമർ റളിയല്ലാഹു അൻഹു സഹിച്ച ത്യാഗം, കഷ്ടപ്പാടുകൾ, ഗോതമ്പിന്റെ ചാക്ക് പുറത്തേറ്റിപ്പോയത് പഠിച്ചിട്ടില്ലേ നമ്മൾ ചരിത്രത്തിൽ? എന്താ സുഹൃത്തുക്കളെ ഇത്? എപ്പോഴാ കൊണ്ടായത്? പകലുണ്ടായില്ല. എന്തേ? ആരെങ്കിലും കണ്ട എന്തേ രാജാവ് നിങ്ങൾ ഗോതമ്പിന്റെ ചാക്കേറ്റാണെന്ന് ചോദിക്കുന്നു വിചാരിച്ചിട്ടല്ല, മറിച്ച് രാത്രി കൊണ്ടുപോയാൽ ആരും കാണൂല. മറ്റത് ചിലപ്പോൾ എന്റെ അടുത്ത് വാങ്ങിക്കൊണ്ടവൻ ആളുണ്ടാവും, എന്റെ അടുത്ത് വാങ്ങിക്കൊണ്ടവൻ ആളുണ്ടാവും, നിങ്ങൾ ഏറ്റണ്ട എന്ന് പറയാൻ നാട്ടിൽ ആളുണ്ടാവും, രാജാവായി ഏറ്റുന്നത്. അതുകൊണ്ട് രാത്രി സമയം പാവപ്പെട്ട ആളുകളിലേക്ക് ഗോതമ്പ് എത്തിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു രാത്രി സമയം തെരഞ്ഞെടുത്തു. എന്നിട്ട് ഗോതമ്പിന്റെ ചാക്ക് ചുമലിലേറ്റി ഭാരമേറിയ ഒരു ഭാരക്കെട്ടുമായി മെല്ലെ മെല്ലെ കാൽപാദങ്ങൾ മുന്നോട്ട് വെച്ച് തപ്പിത്തടഞ്ഞു പോകുന്ന ഉമർ റളിയല്ലാഹു അൻഹു. ആ തപ്പിത്തടയലിന്റെ ഫലമായി എത്രയും പെട്ടെന്ന് അവർക്ക് സ്വർഗത്തിലേക്ക് പോകാം. അവർ പോകുന്ന സ്വർഗീയ പൂങ്കാവനത്തിലേക്ക് പോകാൻ ഞാനും നിങ്ങളും കൊതിക്കുന്നുവെങ്കിൽ
പ്രിയപ്പെട്ടവരെ, ചെയ്യുന്നത് ആത്മാർത്ഥമാണ്.